സർ, ഇപ്പോൾ മഹാരാഷ്ട്ര ഭരിക്കുന്നത് ബി ജെ പി ആണ്. ഫട്നാവിസ് എന്ന മുഖ്യമന്ത്രിയാണ്. അപ്പോൾ മഹാരാഷ്ട്ര എന്ന് പറയുന്നത് കോൺഗ്രസിൻ്റെ ഒരു വളരെ സ്ട്രെങ്ത് ഉള്ള സ്ഥലമായിരുന്നു. ശരത് പവാറിനെ പോലെയുള്ള നേതാക്കളൊക്കെ വിരാജിച്ചിരുന്ന സ്ഥലമാണ്. സർ, ഇവിടെ ഈ പറയുന്ന രീതിയിൽ ഇപ്പോൾ ഫട്നാവിസ് എന്ന് പറയുന്ന ബി ജെ പി മുഖ്യമന്ത്രിയാണ്. അവിടെ ഈ മുനിസിപ്പൽ കോർപ്പറേഷൻ ഇലക്ഷനുകളൊക്കെ നടക്കാൻ പോവുകയാണ്. അപ്പോൾ അത്തരത്തിൽ അവിടുത്തെ മുനിസിപ്പൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് എക്സിറ്റ് പോളുകൾ പുറത്തു വന്നിട്ടുണ്ട്. അതിൽ ബി ജെ പിക്കാണ് മുൻതൂക്കം. അപ്പോൾ ഇത്തരത്തിൽ ബി ജെ പിക്ക് മുൻതൂക്കം ഉണ്ടാകുമ്പോൾ ശിവസേനയുടെ അപ്രമാദിത്വം കുറയുകയാണോ? ഒരു വേള കോൺഗ്രസ് അവിടെ വളരെ ശക്തമായിരുന്നതാണ്. അങ്ങനെ ശക്തമായിരുന്ന കോൺഗ്രസിന് ഇപ്പോൾ എന്ത് പറ്റി? ബി ജെ പി ഇപ്പോൾ സംസ്ഥാനം ഭരിക്കുകയാണെങ്കിലും ഈ കോർപ്പറേഷൻ, അതായത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷനൊക്കെ ഇങ്ങനെ പതിയെ 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 ബി ജെ പി പിടിച്ചു വരുമ്പോൾ മുൻകാലങ്ങളിൽ അവിടെ ഉണ്ടായിരുന്ന രാഷ്ട്രീയ പാർട്ടികൾക്ക്, പ്രത്യേകിച്ച് കോൺഗ്രസിന് എന്ത് പറ്റി? ഒന്ന് പറയാമോ സാർ? ഈ കഴിഞ്ഞ ദിവസം ബൃഹൻ മുംബൈ മുനിസിപ്പൽ കോർപ്പറേഷനിലേക്ക്, അതായത് BMC എന്ന ചുരുക്കപ്പേരാൽ ആണ് അത് സാധാരണ മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത്, ഇലക്ഷൻ നടന്നു. BMC ഇലക്ഷൻ നടന്നു. അതിനുശേഷം വൈകിട്ടോടുകൂടി എക്സിറ്റ് പോളുകൾ പുറത്തു വന്നു. ഈ ദേശീയ ചാനലുകൾ വരെ എന്തുകൊണ്ട് BMC ഇലക്ഷൻ, ബോംബെ മുനിസിപ്പൽ കോർപ്പറേഷൻ ഇലക്ഷൻ എക്സിറ്റ് പോൾ നടത്തി എന്ന് ചോദിച്ചാൽ അതിന് ഒരേ ഒരു ഉത്തരവേ ഉള്ളൂ. ഏഷ്യയിലെ ഏറ്റവും സമ്പന്നമായ മുനിസിപ്പാലിറ്റി അല്ലെ കോർപ്പറേഷനാണ് BMC അഥവാ ബൃഹൻ മുംബൈ മുനിസിപ്പൽ കോർപ്പറേഷൻ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു സംസ്ഥാനം പോലെയാണ്. 1 കോടിയിലധികം വോട്ടർമാർ, 1 കോടിയോളമോ അല്ലെങ്കിൽ അതിലധികമോ വോട്ടർമാരുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഒരു സംസ്ഥാനം പോലെ തന്നെ വോട്ടർമാരുള്ള, അല്ലെങ്കിൽ പല സംസ്ഥാനങ്ങളെക്കാൾ വലിയ ബഡ്ജറ്റുള്ള ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനമാണ് മുംബൈ മുനിസിപ്പൽ കോർപ്പറേഷൻ. സ്വാഭാവികമായിട്ടും ദില്ലിയാണ് ഇന്ത്യയുടെ തലസ്ഥാനം, ഡൽഹിയാണ്. പക്ഷേ ഇന്ത്യയുടെ ഫൈനാൻഷ്യൽ ക്യാപിറ്റൽ എന്ന് ലോകം മുഴുവൻ പറയുന്നത് ബോംബെയാണ്, അല്ലെങ്കിൽ അഥവാ മുംബൈയാണ്. അത് കാരണം ഈ ഇലക്ഷന് വലിയ പ്രാധാന്യമുണ്ട്. ഈ മുംബൈ മുനിസിപ്പൽ കോർപ്പറേഷൻ ഭരിക്കുന്ന പാർട്ടിക്ക് ഇഷ്ടംപോലെ കാശുണ്ടാക്കാം. അതും ഒരു കാര്യമാണ്. കാരണം വലിയ വലിയ കോടീശ്വരന്മാരും ബിസിനസ് ഗ്രൂപ്പുകളുടെ ഒക്കെ ആസ്ഥാനമാണ്, റിലയൻസിൻ്റെ തൊട്ട് ടാറ്റയുടെ വരെ. അപ്പോൾ അവിടുന്ന് കാശുണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. അപ്പോൾ ഇതൊക്കെ പറയുന്നുണ്ടെങ്കിൽ ഇതിനേക്കാളൊക്കെ അപ്പുറത്ത് ബോംബെയോട് മലയാളികൾക്ക് ഒരു വലിയ കണക്ഷനുമുണ്ട്. നമ്മൾ ഇതിനിടയ്ക്ക് ഓർത്തിരിക്കേണ്ടത് 1965 M മാധവൻ പിള്ള എന്ന് പറയുന്ന ആള് ബോംബെയുടെ മേയറായിരുന്നു, മലയാളിയായിരുന്നു, കോൺഗ്രസ് നേതാവായിരുന്നു. അങ്ങനെ ഒരു മലയാളി ഒരിക്കൽ മേയർ പോലും ആയതാണ് ഈ മഹാനഗരത്തിൻ്റെ. അത് നമ്മൾ ഓർത്തിരിക്കേണ്ടതാണ്. അപ്പം ഇന്നലത്തെ എക്സിറ്റ് പോൾ അനുസരിച്ചിട്ട് BJPയും സഖ്യകക്ഷികളും, അതായത് മഹായുധി, BJP, പിന്നെ ഷിൻഡെയുടെ നേതൃത്വത്തിലുള്ള ശിവസേന, പിന്നെ അതുപോലെ അജിത് പവാറിന്റെ നേതൃത്വത്തിലുള്ള NCP, ഇവരടങ്ങുന്ന ഈ സഖ്യം വളരെ വ്യക്തമായ ഭൂരിപക്ഷത്തോടുകൂടി അധികാരത്തിൽ വരും. 227 അംഗ കോർപ്പറേഷനിൽ മഹായുധിക്ക് 135ഓളം എക്സിറ്റ് പോളുകളുടെ ആവറേജ് ഫലം എടുത്തിട്ട് 132 സീറ്റ് അവർക്ക് ലഭിക്കും എന്നാണ് പ്രവചനങ്ങൾ വന്നിരിക്കുന്നത്. കഴിഞ്ഞ തവണ വരെ, അതായത് ഇതൊരു ഐതിഹാസിക വിജയമായിരിക്കും BJPക്ക് ഇങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ. എക്സിറ്റ് പോളുകൾ എപ്പോഴും ശരിയാവണമെന്നില്ല എന്നുള്ളതുകൂടെ നമ്മൾ എപ്പോഴും ഓർത്തിരിക്കാം. എന്നിരുന്നാലും എല്ലാ എക്സിറ്റ് പോളുകളും BJPക്കും പുതിയ സഖ്യകക്ഷികൾക്കുമാണ് വിജയം എന്ന് പറയുമ്പോൾ അത് നമുക്ക് സ്വാഭാവികമായിട്ടും മാധ്യമ ചർച്ച ചെയ്യാതിരിക്കാനും പറ്റില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഈ 1996 ആ ഒരു കാലഘട്ടത്തിന് ശേഷം ഇതുവരെ അവിടെ ഒരു ശിവസേന മേയറായിരുന്നു ഭരിച്ചുകൊണ്ടിരുന്നത്. ആദ്യമായിട്ട് ശിവസേന അല്ലാത്ത മേയർ വരാനാണ് പോകുന്ന സാധ്യത. ഇതാണ് എക്സിറ്റ് പോളുകൾ പറഞ്ഞത്. അപ്പോ ഈ ചരിത്രം പരിശോധിക്കുമ്പം 1992 ഇലക്ഷൻ വരെ വളരെ വ്യക്തമായ ഭൂരിപക്ഷത്തോട് കോൺഗ്രസ് ആണ് മുംബൈയിൽ ജയിച്ചുകൊണ്ടിരുന്നത്. അതിനിടയ്ക്ക് 1-2 തവണ മേയർ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടിട്ടുണ്ട്, അത് ഞാൻ മറക്കുന്നില്ല. പക്ഷെ 92 അവസാനമായിട്ട് കോൺഗ്രസിന് വ്യക്തമായ ഭൂരിപക്ഷത്തോടുകൂടി മുംബൈ മുനിസിപ്പൽ കോർപ്പറേഷൻ ഇലക്ഷനിൽ കോൺഗ്രസ് ജയിക്കുന്നു. എന്നാലും 96 ഞാൻ പറഞ്ഞല്ലോ, ശിവസേനയുടെ മേയർ ഉണ്ടാകുന്നതിന് തൊട്ട് മുമ്പ് വരെ കോൺഗ്രസ് അഡ്ജസ്റ്റ് ചെയ്ത് മേയർ സ്ഥാനത്ത് ജയിക്കുകയും ചെയ്തിരുന്നു. പലരുമായിട്ടും സഖ്യങ്ങളോ അല്ലെങ്കിൽ മറ്റു പല രീതിയിലുള്ള ധാരണകളോ ഒക്കെ ഉണ്ടാക്കിയിട്ട് ജയിച്ചിരുന്നു. പക്ഷേ ഈ
എക്സിറ്റ് പോൾ ഫലം വെച്ച് നോക്കുമ്പോൾ BJP സഖ്യകക്ഷിയായ മഹായുതിക്ക് 132, ശിവസേനയും അതായത് ഉദ്ധവ് താക്കറെ ശിവസേനയും മഹാരാഷ്ട്ര നവനിർമ്മാൺ സേനയും അടങ്ങുന്ന രാജ് താക്കറെയും ഉദ്ധവ് താക്കറെയും എല്ലാ അഭിപ്രായ വ്യത്യാസങ്ങളും മറന്ന് ഒരുമിച്ച് നിന്നാണ് ഇപ്രാവശ്യം മത്സരിച്ചത്. അവർക്ക് അവരുടെ ഒരു മുന്നണിക്ക് 63 സീറ്റ്, കോൺഗ്രസിന് വെറും 20 സീറ്റ്. ഇതാണ് എക്സിറ്റ് പോളുകൾ പ്രവചിക്കുന്നത്. കഴിഞ്ഞ തവണ കോൺഗ്രസിന് 2017 ഇലക്ഷൻ നടക്കുമ്പോൾ BJPക്ക് 82, ശിവസേനയ്ക്ക് 80, ഉദ്ധവ് താക്കറെയുടെ നേതൃത്വത്തിലുള്ള ശിവസേനയ്ക്ക് 84 സീറ്റുമായിരുന്നു. അവിടെ BJP പിന്തുണയോടുകൂടി ശിവസേനയുടെ മേയറായിരുന്നു വന്നിരുന്നത്. മേയറുടെ പേര് അന്ന് മേയറായത് എനിക്ക് തോന്നുന്നു, ആളുടെ പേര് ഞാൻ കൃത്യമായിട്ട് ഓർക്കുന്നില്ല. പക്ഷെ പിന്നെയും ഇലക്ഷൻ നടക്കാൻ പറ്റിയിരുന്നില്ല അവിടെ. കാരണം ഈ കോടതി വിധികളും അതുപോലെ തന്നെ, അതായത് വാർഡ് ഡീലിമിറ്റേഷൻ സംബന്ധിച്ച് ഉള്ള ചില കോടതി വിധികളും അതുപോലെ സംവരണ സീറ്റുകളെ ചൊല്ലിയിട്ടുള്ള ചില അഭിപ്രായ വ്യത്യാസങ്ങളും ഒക്കെ കാരണമാണ് ഈ ഇലക്ഷൻ ഈ 2022 വരെ എങ്ങാണ്ടായിരുന്നു അതിന്റെ കാലാവധി. ആ കാലാവധി കഴിഞ്ഞിട്ടും ഇലക്ഷൻ നടക്കാൻ പറ്റിയില്ല. അപ്പോൾ അവസാനത്തെ ശിവസേന മേയർ എന്ന് പറയുന്നത് കിഷോർ പെഡനേക്കർ എന്ന് പറയുന്ന ആളായിരുന്നു. അപ്പോൾ ഇപ്പം ഇത് 3ാമത്തെ യുഗമായിരിക്കും മുംബൈക്ക്. സ്വാതന്ത്ര്യാനന്തര കാലഘട്ടത്തിൽ കോൺഗ്രസിന്റെ ഒരു അപ്രമാദിത്വം ഉണ്ടായിരുന്ന ഒരു പ്രദേശമാണ് മുംബൈ. അതിനുശേഷം പ്രാദേശികവാദം ഉയർത്തി വരുന്ന ശിവസേന പുതുക്കെ മുംബൈയിൽ ക്ലച്ച് പിടിച്ചു. ഈ മുംബൈയിൽ തുടങ്ങിയിട്ടാണ് അവർ പിന്നെ മഹാരാഷ്ട്ര ആകെ വ്യാപിക്കുന്നു. പിന്നെ അത്യാവശ്യം ഇന്ത്യയിൽ ചില സംസ്ഥാനങ്ങളിലൊക്കെ അവർക്ക് യൂണിറ്റുകളൊക്കെ ഉണ്ടായി. നമുക്കറിയാം, എന്തിനു പറയുന്നു, കേരളത്തിന്റെ തലസ്ഥാന നഗരിയായ തിരുവനന്തപുരത്ത് പേരിനാണെങ്കിലും ഒരു ശിവസേനയുണ്ട്. ഭുവനചന്ദ്രൻ, അതെ അതെ, ഭുവനചന്ദ്രനെ പോലുള്ള അതെ പഴയ BJP-കാരൻ RSS-കാരനായിരുന്നു അദ്ദേഹം. പിന്നെ ശിവസേന നേതാവ്. അങ്ങനെ അവർ പല സംസ്ഥാനത്ത് യൂണിറ്റുകളൊക്കെ തുടങ്ങി. പക്ഷെ കേരളത്തിലൊന്നും അവർക്ക് ക്ലച്ച് പിടിക്കാൻ ഈ യഥാർത്ഥത്തിൽ കേരളത്തിൽ മലയാളികൾക്കെതിരെ ദക്ഷിണേന്ത്യക്കാർക്കെതിരെ എന്ന് പറയുന്നെങ്കിലും ഈ ബാൽ താക്കറെ മലയാളികളോടൊരു ദേഷ്യം ഉണ്ടായിരുന്നു പുള്ളിക്ക്. മലയാളികളെ അങ്ങനെ ആക്രമിച്ചില്ലെങ്കിലും മനസ്സിലൊരു ഇഷ്ടക്കേടുണ്ടായിരുന്നു. അതായത് ഈ അന്ന് ഫ്രീ പ്രസ് ജേണലിന്റെ പിന്നെ എഡിറ്ററായിട്ടിരുന്ന എന്തോ ഒരു നായരാണ്, അദ്ദേഹത്തിന്റെ പേര് ഞാൻ മറന്നുപോയി, KV നായർ എന്ന് എന്തോ പറയുന്ന ഒരാളാണ്. അദ്ദേഹത്തിന്റെ കീഴിൽ ഒരു കാർട്ടൂണിസ്റ്റ് ആയിരുന്നു ഈ ബാൽ താക്കറെ. അപ്പൊ ഈ കാർട്ടൂണിസ്റ്റായ ബാൽ താക്കറെ എഡിറ്റർ അല്പം ക്രൂരമായിട്ട് കൈകാര്യം ചെയ്യുമായിരുന്നു. അദ്ദേഹത്തിനെ കളിയാക്കുകയും ബാൽ താക്കറെ ഒരുപാട് ഓഫീസ് പൊളിറ്റിക്സിൽപ്പെട്ട അദ്ദേഹത്തിന് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുക. അപ്പം കുറച്ചു കഴിഞ്ഞപ്പോ താക്കറേക്ക് തോന്നി, ഈ തെക്കേ ഇന്ത്യയിൽ നിന്ന് വന്ന ഒരുത്തൻ എന്നെ ഇങ്ങനിട്ട് വിരട്ടേണ്ട കാര്യം എന്താണ്, ഞാൻ മഹാരാഷ്ട്രക്കാരനാണെന്ന് പുള്ളി അവകാശപ്പെടുന്നു. അതിനും ഒരു തിരുത്തുണ്ട്, അത് ഞാൻ പിന്നെ പറയാം. അപ്പം അന്ന് ഈ നായർക്കെതിരെയുള്ള നീക്കമായിരുന്നു ബോംബെയില് പുള്ളി ശിവസേന. അത് ഇവിടുന്നൊക്കെ പോകുന്ന ആൾക്കാർ പഴയ കാലത്ത് എൻ്റെ തന്നെ ഒരുപാട് ബന്ധുക്കളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അവരൊക്കെ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഈ തെക്കേ ഇന്ത്യക്കാർ വന്നാൽ പ്രത്യേകിച്ച് മലയാളിയും തമിഴിനും ഒക്കെ വന്നു കഴിയുമ്പോഴത്തേക്ക് ലുങ്കി വാല ഗോ ബാക്ക്, ലുങ്കി വാല ഗോ ബാക്ക് എന്ന് പറഞ്ഞിട്ട് ഈ ശിവസേനക്കാര് റെയിൽവേ സ്റ്റേഷനിൽ അവരെ കൂക്കി വിളിക്കും. തല്ലുകയും കൊല്ലുകയൊന്നും ചെയ്യുന്നില്ല, കൂക്കി വിളിക്കും. അങ്ങനെ ഇരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. പിന്നെ അവർക്ക് വലിയ തലകടിയായിരുന്നത് ആ കാലഘട്ടത്തിൽ പതുക്കെ ഏതാണ്ട് 1970 കഴിഞ്ഞതിന് ശേഷം ഈ തെക്കേ ഇന്ത്യക്കാരായ ഡോണുകൾ മുംബൈ അധോലോകത്ത് വന്നു. അപ്പം ഒരു ഭാഗത്ത് മുസ്ലിം ഡോണുകൾ, അതായത് പിന്നെ ദാവൂദ്, പിന്നെ ആദ്യം ഹാജി മസ്താൻ, പിന്നെ കരീം ലാല, യൂസഫ് പത്താൻ, പിന്നെ ഏറ്റവും ഒടുവിൽ ദാവൂദ് ഇബ്രാഹിം. പക്ഷേ ഈ ഹിന്ദുക്കൾ സാർ ഒരു ചെറിയ കാര്യം, ഈ ജോർജ് ഫെർണാണ്ടസ് അവിടുത്തെ ട്രേഡ് യൂണിയൻ നേതാവായിരുന്നില്ലേ നമ്മുടെ പഴയ? ട്രേഡ് യൂണിയൻ നേതാവായിരുന്നു. ഞാനത് പറയാം. നമ്മുടെ ചരിത്രത്തിൽ അവിടുത്തെ ട്രേഡ് യൂണിയൻ നേതാവായിരുന്നു ജോർജ് ഫെർണാണ്ടസ്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ ഡോണുകൾ, മുസ്ലിം ഡോണുകൾ ഒരു ഭാഗത്ത്. പക്ഷെ ഒരു മഹാരാഷ്ട്രീയനും മറാഠയ്ക്കും അവിടെ ഒരു ഡോൺ ആവാനോ ഒന്നും പറ്റിയിട്ടില്ല. പിന്നീട് അവിടെ ഡോൺ ആയത് ഈ മലയാളികളും തമിഴന്മാരുമാണ്. അങ്ങനെ ഡോൺ ആയിരുന്ന ദാവൂദ് ഇബ്രാഹിമിന്റെ വലങ്കൈ ആയിരുന്നു ബെഡാ രാജൻ എന്ന് പറഞ്ഞ ഒരാള്. രാജൻ നായർ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹം തൃശ്ശൂർ ജില്ലക്കാരനാണ്, വടക്കഞ്ചേരിക്കാരനാണ്. തൃശ്ശൂർ ജില്ല പാലക്കാട് അതിർത്തിയിലുള്ള. അപ്പൊ രാജൻ നായരെ ആണ് പിന്നീട് ബെഡാ രാജൻ എന്ന് അറിയപ്പെടുന്നത്. അതുപോലെ തന്നെ ഇയാള് പിന്നെ ദാവൂദിന്റെ ആളായിരുന്നു. പക്ഷെ ദാവൂദിന് വേണ്ടി ബോംബെ നിയന്ത്രിച്ചിരുന്ന ആളായിരുന്നു. പക്ഷെ സ്വന്തമായിട്ടൊരു ഡോൺ ആയിരുന്നു, തമിഴനായിരുന്ന വരദരാജ മുതലിയാർ. വരദഭായി എന്നറിയപ്പെടുന്ന അണ്ണ എന്നാണ് വിളിച്ചിരുന്നത്. അപ്പൊ വരദ അണ്ണ അവിടുത്തെ കിരീടം വെക്കാത്ത രാജാവായി. അപ്പൊ
അപ്പൊ ഇതൊക്കെ കണ്ടിട്ട് താക്കറേക്ക് ആകെ ബുദ്ധിമുട്ടായി. അപ്പൊ താക്കറേക്ക് മനസ്സിലായി ഈ പ്രാദേശികവാദം കൊണ്ട് ഇനി പിടിച്ചു നിൽക്കാൻ പറ്റില്ല എന്ന് ചിന്തിച്ചിട്ട് അദ്ദേഹം പിന്നീട് പെട്ടെന്ന് അദ്ദേഹം ഹിന്ദുത്വത്തിലേക്ക് വന്നു. അതോടുകൂടി അദ്ദേഹത്തിന്റെ ഒരു ശുക്രദശ തെളിയുകയും പിന്നീട് ആ ഹിന്ദുത്വത്തിന്റെ ഒരു ചവിട്ടുപടിയിൽ നിന്നുകൊണ്ട് അദ്ദേഹം മുംബൈയെ കീഴടക്കി. അങ്ങനെ ദക്ഷിണേന്ത്യക്കാർ ഉൾപ്പെടെയുള്ള ഒരു ശിവസേനയുടെ നേതാക്കന്മാരായി. അദ്ദേഹം പിന്നെ ദക്ഷിണേന്ത്യക്കാരോടുള്ള ദേഷ്യമൊക്കെ മറന്നു. പണ്ടൊരു നായരോടുള്ള ദേഷ്യം കാരണം മൊത്തം തെക്കേ ഇന്ത്യയിൽ നിന്ന് മുണ്ടെടുത്ത ആൾക്കാരുടെ എല്ലാം ദേഷ്യം വന്നെങ്കിലും പിന്നീട് പുള്ളി അത് കോംപ്രമൈസ് ചെയ്തു. തെക്കേ ഇന്ത്യക്കാരുമായിട്ട് അദ്ദേഹം കോംപ്രമൈസ് ചെയ്തു. പിന്നെ അദ്ദേഹത്തിന് പിന്നീട് അവര് വടക്കേ ഇന്ത്യക്കാർക്ക് നേരെയായിരുന്നു. കാരണം വടക്കേ ഇന്ത്യയിൽ നിന്ന് ലക്ഷക്കണക്കിന് ആൾക്കാർ ബീഹാറിൽ നിന്നും ഒക്കെ വരാൻ തുടങ്ങിയിട്ട് അത് അവിടെ ഒരു പ്രശ്നമായി. എന്തായാലും ശരി, ഇവിടെ സംഭവിച്ചു പോയത്, ഞാൻ ഒരു ചരിത്രം പറയുന്നതിനിടയ്ക്ക് രാഷ്ട്രീയം പറയാൻ വിട്ടുപോയി. അപ്പൊ ഈ രാഷ്ട്രീയം മുംബൈയിലെ രാഷ്ട്രീയത്തിൽ നിങ്ങൾ ചോദിച്ച പോലെ അവിടെ ട്രേഡ് യൂണിയൻ രാഷ്ട്രീയം ഉണ്ടായിരുന്നു. ആ ട്രേഡ് യൂണിയൻ രാഷ്ട്രീയത്തിൽ ഡോക്ടർ ദത്താ സാമന്ത് സ്വതന്ത്ര തൊഴിലാളി യൂണിയൻ നേതാവായിരുന്നു. അതുപോലെ തന്നെ ജോർജ് ഫെർണാണ്ടസ് സോഷ്യലിസ്റ്റ് നേതാവായിരുന്നു. മധു ദത്താവതി, അങ്ങനെയൊക്കെയുള്ള വലിയ നേതാക്കന്മാര് അവിടുത്തെ മിൽ തൊഴിലാളികളുടെ ഒരു കാലം ഉണ്ടായിരുന്നു. മുംബൈ നിറയെ ടെക്സ്റ്റൈൽ മില്ലുകളായിരുന്നു. ആ ഒരു കാലം ഉണ്ടായിരുന്നു. ആ കാലത്ത് അവിടെ വലിയ തൊഴിലാളി സംഘടനകൾ, ഇപ്പൊ കേരളത്തിലൊന്നും ഒന്നുമില്ല. ട്രേഡ് യൂണിയൻ എന്ന് പറയുന്നത് നിങ്ങൾ കാണണമെങ്കിൽ ബോംബെ ചെല്ലണമായിരുന്നു. ഇവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കൊന്നും ട്രേഡ് യൂണിയൻ എന്നൊക്കെ ചുമ്മാ അധര വ്യായാമം നടത്തുന്നല്ലാതെ അവർക്ക് ട്രേഡ് യൂണിയൻ ഒന്നും ഇല്ല. ട്രേഡ് യൂണിയനൊക്കെ യഥാർത്ഥത്തിൽ ട്രേഡ് യൂണിയൻ അതെ, ഇപ്പോഴത്തെ CIT എന്ന് പറഞ്ഞ ട്രേഡ് യൂണിയൻ എളമരം കരീം എന്ന് പറഞ്ഞൊരു മുതലാളിയാണല്ലോ സാർ പറഞ്ഞോളൂ. അതെ അതെ, ഇത് ട്രേഡ് യൂണിയൻ ഒക്കെ ഉണ്ടായിരുന്നത് ബോംബെയിലാണ്. ഞാൻ ഈ പറഞ്ഞവരൊക്കെ തീപ്പൊരി ട്രേഡ് യൂണിയൻ നേതാക്കന്മാരായി. അവർ മുതലാളിമാരുമായിട്ട് ശരിക്കും ഫൈറ്റ് ചെയ്തു. പക്ഷേ ദൗർഭാഗ്യവശാൽ അത് പതുക്കെ ഈ മില്ലുകൾ അതോടുകൂടി ഇവര് പുറത്തോട്ട് കൊണ്ടുപോയി. ഈ ബോംബെ നിന്ന് പുറത്തോട്ടൊക്കെ സ്ഥാപിക്കാൻ തുടങ്ങി. മില്ല് നിൽക്കുന്ന സ്ഥലം പിന്നീട് റിയൽ എസ്റ്റേറ്റ് ആയിട്ട് മാറി. അവിടെ കോംപ്ലക്സുകളൊക്കെ വന്നു. പിന്നെ അതിന് കൺട്രോൾ ചെയ്യാനായിട്ട് അധോലോകം വന്നു. പക്ഷെ അങ്ങനെ ഒരു കാലഘട്ടത്തിൽ കോൺഗ്രസിന് ദൗർഭാഗ്യവശാൽ കോൺഗ്രസിന് അവിടുത്തെ സ്വാധീനം നഷ്ടപ്പെട്ടു. കോൺഗ്രസ് ഒരു ന്യൂനപക്ഷങ്ങളുടെ ഒരു പാർട്ടിയായിട്ട് ചിത്രീകരിക്കപ്പെട്ടു. അവിടെ നടക്കുന്ന വർഗീയ കലാപങ്ങൾ പലപ്പോഴും നിഷ്പക്ഷമായിട്ട് നിലപാടെടുക്കാൻ മഹാരാഷ്ട്ര മുഖ്യമന്ത്രിമാർക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ള പരാതി മുംബൈയിലെ ഭൂരിപക്ഷ സമുദായങ്ങൾക്കുണ്ടായി. അതോടുകൂടിയാണ് കോൺഗ്രസിന് അവിടെ പതുക്കെ സ്വാധീനം നഷ്ടപ്പെട്ടതും ആ സ്ഥാനത്തേക്ക് ശിവസേന വന്നു. എന്തായാലും ഇപ്പോ എല്ലാം കലങ്ങി തിരിഞ്ഞ് വീണ്ടും അത് BJPയുടെ കയ്യിലേക്ക് എത്താൻ പോകുന്നു എന്നുള്ള സൂചനകളാണ് വരുന്നത്. മുംബൈയുടെ ചരിത്രത്തിൽ ഒരു വ്യത്യാസമായിരിക്കും വരാൻ പോകുന്നത്. അത് BJP എനിക്ക് തോന്നുന്നു അധികാരത്തിൽ വന്നാൽ വലിയ തോതിൽ കേന്ദ്ര സർക്കാർ അവിടെ പണം മുടക്കുകയും മുംബൈയുടെ വികസന പ്രവർത്തനങ്ങളെ കാരണം മഹാരാഷ്ട്ര ഭരിക്കുന്നത് ഇപ്പൊ BJP ആണ്. ദേവേന്ദ്ര ഫഡ്നവിസ് ആണ് മുഖ്യമന്ത്രി. അതുപോലെ മഹാരാഷ്ട്ര ഒരു കാലത്ത് കോൺഗ്രസിന്റെ ഉരുക്കുകോട്ടയായിരുന്ന മഹാരാഷ്ട്ര. നമ്മൾ വൈബി ചവാൻ അല്ലെങ്കിൽ വസന്തറാവു പാട്ടീൽ, ശിവാജി റാവു പാട്ടീൽ നിലങ്കേക്കർ, അതിന് ഇടയ്ക്ക് ഇന്ത്യ കണ്ട എനിക്ക് തോന്നുന്നു അവിടെ ഇന്ത്യ കണ്ട വലിയ നേതാക്കന്മാർ പലരും, ഇന്ത്യയുടെ ഏറ്റവും ശിവരാജ് പാട്ടീലൊക്കെ അവിടുന്ന് വന്ന UPA ഭരണകാലത്തെ ആഭ്യന്തരമന്ത്രിയായിരുന്നു ശിവരാജ് പാട്ടീല്. പിന്നെ അങ്ങനെയുള്ള ഒരു വലിയ മുന്നേറ്റം കോൺഗ്രസിനുണ്ടായി. കോൺഗ്രസിന് എപ്പോഴും അടിയന്തരാവസ്ഥ കഴിഞ്ഞ് കോൺഗ്രസ് തോറ്റപ്പോഴും മഹാരാഷ്ട്രയിൽ കോൺഗ്രസിന് നല്ല ശക്തിയിൽ തന്നെ കോൺഗ്രസ് നിന്നു. അങ്ങനെ നിന്ന മഹാരാഷ്ട്ര പെട്ടെന്ന് കോൺഗ്രസ് ഇപ്പം വെറും കാഴ്ചക്കാരാണ്. ഇപ്രാവശ്യം കോൺഗ്രസ് സഖ്യകക്ഷികളുമായിട്ടല്ല മത്സരിച്ചത്. ശ്രീ രമേശ് ചെന്നിത്തലയാണ് അവിടുത്തെ ഇപ്പം ചാർജ് കോൺഗ്രസിന്റെ നേതാവ്, ചാർജ് കൊടുത്തിരുന്നത്. അപ്പൊ അദ്ദേഹത്തിനോട് അത് പത്രക്കാർ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് പാർട്ടിയുടെ താഴെത്തട്ടിൽ നിന്നും ഒറ്റയ്ക്ക് മത്സരിക്കണമെന്നും ഇനി ആരുടെയും നിഴലായി നിൽക്കേണ്ടെന്നും, നിഴലായി നിന്നതെന്നാണ് പാർട്ടി അവിടെ സ്വാധീനം നഷ്ടപ്പെട്ടതെന്നുമാണ് ചെന്നിത്തല ഉൾപ്പെടെയുള്ളവരുടെ വിലയിരുത്തൽ. അതിനാൽ ഇപ്രാവശ്യം തോറ്റാലും ശരി അവിടെ ഒറ്റയ്ക്ക് നിന്ന് സ്വന്തം ഐഡന്റിറ്റി വീണ്ടും സ്ഥാപിച്ചെടുക്കുക എന്നുള്ള ഒരു നീക്കത്തിലാണ് കോൺഗ്രസ് എന്നത്. എന്തായാലും പക്ഷെ അത് വിജയിച്ചതായിട്ട് തോന്നുന്നില്ല ഇപ്രാവശ്യം. വരുന്ന കാലങ്ങളിൽ മുംബൈയിൽ വരുന്ന ഒരു രാഷ്ട്രീയം, അതായത് ആദ്യം കോൺഗ്രസ്, പിന്നെ ശിവസേന, പിന്നെ BJP എന്നുള്ള രീതിയിലേക്ക് ഇത് മാറുകയാണ്. നമ്മുടെ സമയം അവസാനിക്കുന്നതായിട്ട് മെസ്സേജ് വന്നു. അതുകൊണ്ട് ഞാൻ തൽക്കാലം നിർത്തുകയാണ്. എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ ഒരു ചോദ്യം കൂടെ ചോദിക്കാം. അല്ല സാർ, ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഈ ഫഡ്നാവിസ് ആവുക മുഖ്യമന്ത്രി ആയെന്ന് പറയുന്നത് തന്നെ BJPക്കകത്ത് കഴിവുള്ള രണ്ട് മൂന്ന് മുഖങ്ങൾ കൂടെ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ പിന്നെ BJPയുടെ ദേശീയ നേതൃത്വം ഫഡ്നാവിസിനെ ആക്കിയതിനെ കുറിച്ചും അദ്ദേഹം വളരെ എനർജറ്റിക്കായ ഒരു മുഖ്യമന്ത്രിയാണെന്നും അദ്ദേഹത്തെക്കുറിച്ച് വളരെ പുകഴ്ത്തി കേൾക്കുന്നതൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഈ ശിവസേനയുടെ 2 കീറായി പോയ സാർ ഇപ്പോൾ പറഞ്ഞ ശിവസേന 2 കീറായി പോയത് അന്ന് കീറായിരുന്നവരിലെ ഇപ്പോൾ ഒന്നായിരിക്കുന്നത്. അതെ അതെ അതെ, അല്ല അങ്ങനെയല്ല. പിന്നെ ഉദ്ധവ് താക്കറയുടെ കൂടെ നിൽക്കുന്ന ആള് ഷിൻഡെയാണ്. ഷിൻഡെ ഇപ്പോഴും BJPയുടെ കൂടെ തന്നെയാണ്. പക്ഷെ അതിനു മുമ്പാണ് ഈ ശിവസേനയുടെ പിളർപ്പുണ്ടായത്. രാജ് താക്കറെ ബാൽ താക്കറെ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ
ഉദ്ധവിനെ തന്റെ പിൻഗാമിയായി പ്രഖ്യാപിച്ചപ്പോഴാണ് രാജ് താക്കറെ ശിവസേനയിൽ നിന്ന് മാറുന്നത്. എന്തായാലും ശരി, അവര് പിന്നെ അവരുടെ കുടുംബത്തിന്റെ അന്തസ്സ് രക്ഷിക്കാൻ ഒരുമിച്ചെങ്കിലും കാലം കഴിഞ്ഞു പോയി. ഇനിയിപ്പോ രക്ഷയുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പുതിയ കാലത്തേക്ക് അവർക്ക് പറ്റിയ മുദ്രാവാക്യങ്ങളൊന്നും അവരുടെ കയ്യിൽ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കുടുംബാധിപത്യം അവിടെ തീരുന്ന ഒരു ലക്ഷണമാണ് കാണുന്നത്. എന്തായാലും വരും ദിവസങ്ങളിൽ നമുക്ക് കൂടുതൽ ചർച്ചകൾ പുതിയ അപ്ഡേഷനായിട്ട് നടത്താം. താങ്ക്സ്. ഓക്കെ.